ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം സെലക്റ്റീവ് സ്റ്റഡി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നടത്തുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേര് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആൻഡ് കേരള മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ 3/9/2019 നടന്ന പരീക്ഷയാണ്. ഇതിനകത്ത് കേരള മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയറിന്റെ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്ക് പഠിക്കാനുള്ള മാത്രം CRPCയുടെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ ഒരു 13 ക്വസ്റ്റ്യൻസ് PSC സിലബസിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻ ബേസ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ആ സെക്ഷൻ ബേസ് ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻസ് ആണ് ഈ 13 അത് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം വരുന്ന ഒരു ക്വസ്റ്റ്യൻസ്, ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് സിലബസിൽ PSC പറയാത്തതാണ്, പക്ഷേ വേണമെങ്കിൽ ചോദിക്കാം. PSC ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഉള്ളതുകൊണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 13 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേര് ഒന്നുകൂടെ വായിക്കാം. ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആൻഡ് കേരള മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത്രയും 13 PSC സിലബസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സെക്ഷൻ ഓഫ് CRPC empowers our investigating officers to record the statement of a witness. അതായത് സാക്ഷിമൊഴി എടുക്കുന്നതാണ്. അത് പോലീസ് ഇൻവെസ്റ്റിഗേറ്റർ ഓഫീസർ ഏത് സെക്ഷൻ വെച്ചിട്ടാണ് ഒരു സാക്ഷിമൊഴി എടുക്കുന്നത്? ഓപ്ഷൻ സെക്ഷൻ 164, സെക്ഷൻ 161, സെക്ഷൻ 162, സെക്ഷൻ 160. ആൻസർ സെക്ഷൻ 161 ആണ്. അതാണ് പഠിക്കുക, സെക്ഷൻ 161. അടുത്തത്, സെർച്ച് വിത്തൗട്ട് വാറന്റ് ക്യാൻ ബി കണ്ടക്ടഡ്. എന്താണ് ഓപ്ഷൻ? ഇൻ ദ പ്രസൻസ് ഓഫ് ദ മജിസ്ട്രേറ്റ് ഹു ഈസ് കമ്പീറ്റന്റ് ടു ഇഷ്യൂ സെർച്ച് വാറന്റ്, ഇൻ ദ പ്രസൻസ് ഓഫ് എ ഗസറ്റഡ് ഓഫീസർ, ബോത്ത് 1 and 2, none of the above. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻ ദ പ്രസൻസ് ഓഫ് ദ മജിസ്ട്രേറ്റ് ഹു ഈസ് കമ്പീറ്റന്റ് ടു ഇഷ്യൂ സെർച്ച് വാറന്റ്. അതിന് മലയാളം സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കാൻ കഴിവുള്ള മജിസ്ട്രേറ്റിന്റെ മുന്നിലാണ് എന്നാണ് അതിന്റെ ആൻസർ. എ സർവീസ് ഓഫ് സമൻസ് ഓൺ എ ഗവൺമെന്റ് സർവന്റ് ഷാൽ ഓർഡിനറിലി സെൻഡ് ടു. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരു സമൻസ് അയക്കണമെങ്കിൽ ആ അഡ്രസ് ആരെ അഡ്രസ് ചെയ്താണ് ആ സമൻസ് പോകുന്നത്? ഓപ്ഷൻസ് നോക്കുക, ട്രിക്കി ഓപ്ഷൻസ് ആണ്. ഡയറക്ട്ലി ടു ദ പേഴ്സൺ, അതായത് ആർക്കാണോ സമൻസ് അയക്കേണ്ടത് അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് അയക്കുകയാണോ ചെയ്യുന്നത്? അതോ ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഇൻ വിച്ച് ഹി ഈസ് എംപ്ലോയിഡ്, അതോ അയാൾ വർക്ക് ചെയ്യുന്ന ഓഫീസിന്റെ മേലധികാരിക്കാണോ? അഫിക്സ് ഇൻ ദ ഓഫീസ്, എനി വൺ ഓഫ് ദി അബോവ്. ആൻസർ വരുന്നത് ദ ഹെഡ് ഓഫ് ദ ഓഫീസ് ഇൻ വിച്ച് ഹി ഈസ് എംപ്ലോയിഡ്. ആ ആർക്കാണോ സമൻസ് അയക്കേണ്ട ആ വ്യക്തി ഗവൺമെന്റ് സർവന്റ് ആണ്. ആ ഗവൺമെന്റ് ഓഫീസർ ഏത് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ആ ഓഫീസിന്റെ മേലധികാരിക്ക് അഡ്രസ് ചെയ്തിട്ട് വേണം ആ സമൻസ് അയക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം ആ ക്വസ്റ്റ്യൻ. ദ ടേം ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് CRPC. ഇൻവെസ്റ്റിഗേഷൻ അതായത് അന്വേഷണം. ശ്രദ്ധിക്കുക, ഇൻവെസ്റ്റിഗേഷനും ഉണ്ട് ഇൻക്വയറിയും ഉണ്ട്. രണ്ടും 2 സെക്ഷനാണ്. അത് ഇതിനകത്ത് താഴെ വരുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന തെളിവുകളുടെ ശേഖരണം അല്ലെങ്കിൽ അന്വേഷണം. അത് മജിസ്ട്രേറ്റ് അന്വേഷിക്കൂല, അതാണ് അവരുടെ വ്യത്യാസം. ഇതാണ് ഇൻവെസ്റ്റിഗേഷൻ. ഇനി ഈ ഇൻവെസ്റ്റിഗേഷൻ പറയുന്ന സെക്ഷൻ ഏതാണെന്നാണ്? 2H. ഇൻവെസ്റ്റിഗേഷൻ സെക്ഷൻ ശ്രദ്ധിക്കുക, 2H ആണ്. ഇൻക്വയറി വരും, അത് താഴെ വരുന്നുണ്ട്, അതിന്റെ സെക്ഷൻ വേറെയാണ്. നോക്കുക, ഇൻവെസ്റ്റിഗേഷന്റെ സെക്ഷൻ ഏതാണ്? 2H. ഇൻ എ കൊഗ്നൈസബിൾ കേസ് ദ പോലീസ് ഓഫീസർ ക്യാൻ. ഒരു കൊഗ്നൈസബിൾ കേസ് ആണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ, ഇൻവെസ്റ്റിഗേറ്റ് ദ ഓഫൻസ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ മജിസ്ട്രേറ്റ്, അറസ്റ്റ് എ പേഴ്സൺ വിത്തൗട്ട് വാറന്റ്, ബോത്ത് 1 and 2, none of the above. ബോത്ത് 1 and 2, അതായത് ആ പോലീസ് ഓഫീസറിന് മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ ആ കേസ് ഒഫൻസ് എന്ന് വെച്ചാൽ കുറ്റമാണ്, കുറ്റം അന്വേഷിക്കാൻ പറ്റും. ഒരു വ്യക്തിയെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. കൊഗ്നൈസബിൾ കേസിന്റെ കാര്യത്തിലാണ്. കൊഗ്നൈസബിൾ കേസ്, നോൺ കൊഗ്നൈസബിൾ കേസ് ഒക്കെ വരും. ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേറെ എടുക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ആദ്യം ക്വസ്റ്റൻ പേപ്പർ പരിചയപ്പെടാൻ വേണ്ടിയാണ് ഈ സെക്ഷൻ ഇട്ടത്. അപ്പോൾ കൊഗ്നൈസബിൾ കേസ് ആവുമ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് മജിസ്ട്രേറ്റിന്റെ അനുമതി ഇല്ലാതെ അന്വേഷിക്കാൻ പറ്റും. ഒരു പേഴ്സണെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും പറ്റും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസസ് ഇൻ ടു ബൈലബിൾ ആൻഡ് നോൺ ബൈലബിൾ ഹാസ് ബീൻ ഗിവൺ. അതായത് ഒഫൻസസ് എന്ന് വെച്ചാൽ കുറ്റമാണ്. ഈ കുറ്റങ്ങൾ ജാമ്യം കിട്ടുന്നത്, ജാമ്യം ഇല്ലാത്തത് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നത് CRPCയുടെ ഏത് ഷെഡ്യൂളിലെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഷെഡ്യൂൾ, സെക്കൻഡ് ഷെഡ്യൂൾ, തേർഡ് ഷെഡ്യൂൾ, നൺ ഓഫ് ദി അബോവ്. ആൻസർ ഫസ്റ്റ് ഷെഡ്യൂൾ ആണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഷെഡ്യൂളിലാണ് തരുന്നത്. ഇനി എ വാറന്റ് ക്യാൻ ബി ഇഷ്യൂഡ്. വാറന്റ് എപ്പോഴാണ് ഇഷ്യൂ? ഇൻ വ്യൂ ഓഫ് സമൻസ്, ഇൻ അഡീഷൻ ടു സമൻസ്, ഇൻ വ്യൂ ഓഫ് ആൻഡ് ഇൻ അഡീഷൻ ടു സമൻസ്, നൺ ഓഫ് ദി അബോവ്. ആൻസർ ഇൻ വ്യൂ ഓഫ് ആൻഡ് ഇൻ അഡീഷൻ ടു സമൻസ്. The reason of arrest shall be informed to the person arrested by a police officer under section. ഒരു വ്യക്തിയെ ഒരു പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റിനുള്ള കാരണം ആ വ്യക്തി അറിയിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 58, സെക്ഷൻ 68, സെക്ഷൻ 50, സെക്ഷൻ 60. ആൻസർ സെക്ഷൻ 50.
അപ്പം ഒരു വ്യക്തി അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഓഫീസർ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നത് സെക്ഷൻ 50 ആണ്. ഇനി in accordance with the first schedule or under any other law for the time being in force, arrest without warrant is a അതിനകത്ത് ഫസ്റ്റ് ഷെഡ്യൂളിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞായിരുന്നു. എന്താണ് അത് ജാമ്യമുള്ളതും ജാമ്യം ഇല്ലാത്തതൊക്കെ വരുന്ന ഫസ്റ്റ് ഷെഡ്യൂളാണ്. ഫസ്റ്റ് ഷെഡ്യൂളിലെ വേറൊരു കാര്യം എന്താണ് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് എന്താണെന്ന് പറയുന്നത് ഏതാണ്? ബൈലബിൾ ഒഫൻസ്, നോൺ ബൈലബിൾ ഒഫൻസ്, നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്, കൊഗ്നൈസബിൾ ഒഫൻസ്. കൊഗ്നൈസബിൾ ഒഫൻസ് ആണ് ആൻസർ വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇൻക്വയറി ഈസ് ഡിഫൈൻഡ് ഇൻ ദ സെക്ഷൻ. നേരത്തെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു, മുകളിൽ ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു, അതിന്റെ സെക്ഷൻ വരുന്നത് 2H ആണ്. അത് പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റ് അധികാരപ്പെട്ടുള്ള വ്യക്തി അന്വേഷിക്കുന്നതാണ്, മജിസ്ട്രേറ്റ് വരില്ല, അതാണ് അവിടുത്തെ വ്യത്യാസം. ഇൻവെസ്റ്റിഗേഷൻ 2H. അപ്പം എൻക്വയറിയുടെ സെക്ഷൻ ഏതാണ്? 2G ആണ്. ശ്രദ്ധിക്കണം, ഇൻവെസ്റ്റിഗേഷൻ 2H-ഉം എൻക്വയറി 2H ആണ്. ഒരു മജിസ്ട്രേറ്റോ കോടതി നടത്തുന്ന വിചാരണയാണ് എൻക്വയറി. അത് സെക്ഷൻ പഠിച്ചു നോക്കുക, വ്യത്യാസമൊന്നും ചോദിക്കൂല, സെക്ഷനെ ചോദിക്കുള്ളൂ. അപ്പൊ എൻക്വയറിയുടെ വേണമെങ്കിൽ ചോദിക്കാം പ്രസ്ഥാന രീതിയിൽ. ഇൻക്വയറി 2G സെക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ 2H. ഓപ്ഷനിൽ ഇത് രണ്ടും ഉണ്ട്, ശ്രദ്ധിച്ചൊക്കെ എഴുതണം. എ പോലീസ് ക്യാൻ അറസ്റ്റ് ആൻഡ് അക്യൂസ് വിത്തൗട്ട് വാറന്റ് അണ്ടർ സെക്ഷൻ. വാറന്റ് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാം പോലീസിന്. അത് ഏത് സെക്ഷൻ ആണ്? സെക്ഷൻ 41. ദ ഫോം ഓഫ് സമൻസ് ഇസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ. അതായത് സമൻസ് കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള സെക്ഷൻ ഏതാണ്? സെക്ഷൻ 61. സെക്ഷൻ 61 ഒക്കെ പഠിക്കാൻ വന്നിട്ടുണ്ട്. ദ പ്രൊസീജിയർ ഓഫ് അറസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് CRPC. എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്ന് CRPC സെക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഏത് സെക്ഷൻ ആണ്? 51, 50, 46, 56. ആൻസർ 46 ആണ്. ഇത്രയും 13 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. PSC സിലബസിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരുന്ന ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് നിങ്ങൾക്ക് ഒന്ന് വായിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വേണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് അത് വേറെ കളർ തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെയിൻ്റെനൻസ് ഓഫ് കേസ് ഡയറി ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് അണ്ടർ. ഒരു കേസ് ഡയറി സൂക്ഷിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ജോലിയാണ്. അത് ഏത് സെക്ഷൻ വഴിയാണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 172 ഓഫ് CRPC, സെക്ഷൻ 167 ഓഫ് CRPC, സെക്ഷൻ 174 ഓഫ് CRPC, സെക്ഷൻ 168 ഓഫ് CRPC. ആൻസർ സെക്ഷൻ 172 ഓഫ് CRPC. അതായത് കേസ് ഡയറി സൂക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള സെക്ഷൻ 172 ആണ്. ഇത് ചോദിക്കാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ദിസ് അതോറിറ്റി ക്യാൻ അപ്പോയിന്റ് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ആരാണ് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഹൈക്കോർട്ട് ആണ്. ഹൈക്കോർട്ട്. ഓപ്ഷനിലെ ഹൈക്കോർട്ട് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഡിസ്ട്രിക്ട് ജഡ്ജ് ഉണ്ട്, എനി വൺ ഓഫ് ദി അബോവ്. ഇതൊന്നും സൂക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. കാരണം പല അപ്പോയിന്റ്മെന്റ് നടന്ന പല ഹൈക്കോർട്ട്, ചിലതിൽ ഹൈക്കോർട്ട് അപ്പോയിന്റ് ചെയ്യാം, ചില സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യാം. അപ്പോൾ സൂക്ഷിക്കുക. ദിസ് അതോറിറ്റി ക്യാൻ അപ്പോയിന്റ് സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. സ്പെഷ്യൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഹൈക്കോർട്ട്. Order of section 167 CRPC can accused can be remanded up to. കുറ്റാരോപിതനെ റിമാൻഡ് ചെയ്യാം. അതായത് സെക്ഷൻ 167 പ്രകാരം ഒരു കുറ്റാരോപിതനെ എത്ര ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാൻ പറ്റും? 14 days, 15 days, 1 month, 3 months. ആൻസർ 15 days. ഇത് PSC ഫൈനൽ കീ പ്രകാരമുള്ള ആൻസർ ആണ് എടുത്തിരിക്കുന്നത്. ദിസ് സെക്ഷൻ ദ CRPC അതോറൈസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഫോർഫിറ്റ് സർട്ടൻ പബ്ലിക്കേഷൻ. ഏത് സെക്ഷൻ? CRPCയുടെ ഏത് സെക്ഷൻ പ്രകാരമാണ് ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടാൻ, അതായത് ബഹിഷ്കരിക്കാൻ അല്ലെങ്കിൽ അതിനെ നിരോധിക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് അധികാരം കൊടുത്തിരുന്ന ഏത് സെക്ഷൻ? CRPC ഏത് സെക്ഷൻ? ഓപ്ഷൻ സെക്ഷൻ 99, സെക്ഷൻ 95, സെക്ഷൻ 97, സെക്ഷൻ 96. ആൻസർ സെക്ഷൻ 95 ആണ്. The property of a person absconding can be attached as per section dash of CRPC. Section 80, section 85, section 83, section 89. Answer section 83. An application under section 319 of CRPC can be filed by prosecutor, complainant, accused, none of the above. Complainant. 319 പ്രകാരം ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ പറ്റുന്നത് കംപ്ലൈനന്റ് ആണ്. A subordinate police officer shall report the result of his investigation to court, officer in charge of the police station, district chief of police, all of the above. Officer in charge of the police station. ആ police stationന്റെ officer in charge ആണ് സബോർഡിനേറ്റിംഗ് പോലീസ് ഓഫീസർ. ആ കേസിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആർട്ടിക്കിൾ സെക്ഷൻ ഏതായിരുന്നു? 2H ആണ്. സമർപ്പിക്കേണ്ടത് ആ സബോർഡിനേറ്റ് പോലീസ് ഓഫീസർ സമർപ്പിക്കേണ്ടത് ആ പോലീസ് സ്റ്റേഷന്റെ ഓഫീസർ ഇൻ ചാർജിനാണ്. During investigation, a police officer can conduct a search as per section dash of CRPC. Section 165, 101, 102, 100. Answer section 165 ആണ്. Executive magistrate are appointed by. Executive magistrate appoint ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്, ഹൈക്കോർട്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഡിസ്ട്രിക്ട് കോർട്ട്. സ്റ്റേറ്റ് കോർട്ട് സംസ്ഥാന സർക്കാരാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് അപ്പോയിന്റ് ചെയ്യുന്നത്.
The compounding of an offence shall have the effect of discharge, acquittate, withdrawal, all of the above. Acquittate. Acquittate എന്ന് വെച്ചാൽ പ്രതിക്കെതിരെ തെളിവില്ലെന്നും കുറ്റം ചെയ്തത് കുറ്റക്കാരനെന്നുള്ള നിഗമനത്തിൽ എത്തിയ ശേഷമാണ് ജഡ്ജി വെറുതെ വിടാനുള്ള ഉത്തരവ് നൽകുന്നത്. Before the judgment, any court may alter or add in any charge under Section 216, Section 210, Section 310, Section 316. Answer Section 216. The competent authority to prepare a panel of advocates to be appointed as public prosecutor in a districts. അതായത് അഡ്വക്കേറ്റ്സിന് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് നിയമിക്കേണ്ട അഡ്വക്കേറ്റ്സിന്റെ പാനൽ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഡിസ്ട്രിക്ട് ജഡ്ജ്, ഹൈക്കോർട്ട് ജഡ്ജ്, ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. ആൻസർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. Section 91 of CRPC does not apply to the witness, the accused, the complainant, none. Answer the accused. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇത് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ്. സിലബസിൽ പറഞ്ഞതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള മലയാളം ടേംസും എല്ലാം കൊടുത്തിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ മലയാളം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് നടന്നത്. പറ്റുന്ന പോലെ മലയാളം കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. അടുത്തത് എനി മജിസ്ട്രേറ്റ് ക്യാൻ അവാർഡ് എ പണിഷ്മെന്റ് ടു എ മെമ്പർ ഓഫ് ആൻ അൺലോഫുൾ അസംബ്ലി. അൺലോഫുൾ അസംബ്ലി എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായ സമ്മേളനത്തിനാണ് അൺലോഫുൾ അസംബ്ലി. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മജിസ്ട്രേറ്റിന് എന്ത് ശിക്ഷ കൊടുക്കാം? നിയമവിരുദ്ധമായ ഒരു സമ്മേളനം നടത്തി കഴിഞ്ഞാൽ ഓപ്ഷൻസ് നോക്കാം. ഇംപ്രിസൺ ഫോർ 1 year, ഇംപ്രിസൺ ഫോർ 3 months or fine, imprisonment for 2 years or fine or both, imprisonment for 6 months or fine or both. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇംപ്രിസൺമെന്റ് ഫോർ 6 months or fine or both. അതായത് 6 മാസം തടവ്, ഫൈൻ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നു. അണ്ടർ സെക്ഷൻ 241 CRPC, if the accused pleads guilty, the judge shall record the plea and may in his discretion option acquit time, release time, convict time, none of the above. Answer convict time. Punishment for cheating. വഞ്ചന ചെയ്താൽ അതിന്റെ പണിഷ്മെന്റ് എന്താണ്? Imprisonment for 3 months or fine, imprisonment for 6 months or fine, imprisonment for 1 year, അല്ലെങ്കിൽ imprisonment for 1 year or fine or both. അപ്പൊ ചീറ്റിംഗ് നടത്തിയാൽ, വഞ്ചന നടത്തിയാൽ അതിന്റെ പണിഷ്മെന്റ് imprisonment for 1 year or fine or both. 1 വർഷം തടവ്, പിഴ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന് ഫൈനും അടങ്ങണം, 1 വർഷം ജയിലിൽ കിടക്കണം. പണിഷ്മെന്റ് ഫോർ പബ്ലിക് നോയിസൻസ്, പൊതുശല്യം, അതിന്റെ പണിഷ്മെന്റ് എന്താണ്? ഫൈൻ ഓഫ് rupees 1000, ഫൈൻ ഓഫ് rupees 500, ഫൈൻ ഓഫ് rupees 200, ഫൈൻ ഓഫ് rupees 100. ആൻസർ ഫൈൻ ഓഫ് rupees 200. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത് പ്രീവിയസ് ചോദിച്ചതുകൊണ്ട് എടുത്തിട്ടൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ. പണിഷ്മെന്റ് ഫോർ പബ്ലിക് സർവന്റ് അൺലോഫുള്ളി എൻഗേജിങ് ഇൻ ട്രേഡ്, അതായത് ഗവൺമെന്റ് ജോലി ചെയ്യാണ്ടായിട്ട് മറ്റു ബിസിനസ്സിൽ ഏർപ്പെട്ടുള്ള നിയമവിരുദ്ധമായി കർഷക പൊതുപ്രവർത്തന ശിക്ഷയെ കുറിച്ചുള്ള സെക്ഷൻ. എന്താണ് ആയിട്ടുള്ള ശിക്ഷ കിട്ടാൻ പോണെന്ന്? imprisonment for 6 months, imprisonment for 6 months or fine or both, imprisonment for 1 year, imprisonment for 1 year or fine or both, imprisonment for 1 year or fine of both, fine or both. When there is a complaint case and police case in respect of the same offence, എന്ത് ചെയ്യുന്നു? They should try it separately, they may try it separately or together, they may try it together, none of the above, they may try it together. The person arrested should be produced before the magistrate within 24 hours. Deals in section dash of CRPC. Section 56, section 156, section 57, section 157. Answer section 57. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിന് മുന്നിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്ന് പറയുന്ന സെക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 57. The jurisdiction in the case of juveniles is vested in. ജുവനൈൽസിന്റെ കേസ് വിചാരണ നടത്തുന്ന ആരാണ്? സെഷൻസ് കോർട്ട് ആണോ, ഹൈക്കോർട്ട് ആണോ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണോ? ഓഫ് ദി അബോവ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. Punishment for public servant framing and incorrect documents with intent to cause injury. Imprisonment for 5 years, imprisonment for 3 years and fine, imprisonment for 3 years or fine or both, imprisonment for 5 years or fine or both. തെറ്റായ രേഖകൾ സൃഷ്ടിക്കുന്നതിനുള്ള പബ്ലിക് സർവന്റിന് കൊടുക്കുന്ന ശിക്ഷ ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? imprisonment for 3 years or fine or both. 3 വർഷം ശിക്ഷ, ഫൈൻ അല്ലെങ്കിൽ രണ്ടോ ഒരുമിച്ച്. പണിഷ്മെന്റ് ഓഫ് ഒഫൻസ് കമ്മിറ്റഡ് ഇൻ പ്ലേസ് ഓഫ് ദി പണിഷ്മെന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു വരിക. പല വർഷം കൂടും, ഫൈനിന്റെ ഇത് മാറും, ചിലപ്പോൾ രണ്ടും കൂടെ ഉള്ളത് ഈ പണിഷ്മെന്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കുക. പണിഷ്മെന്റ് ഓഫ് ഒഫൻസ് കമ്മിറ്റഡ് ഇൻ പ്ലേസ് ഓഫ് വർഷിപ്പ്, ആരാധനാലയങ്ങളുടെ അവിടെ എന്തെങ്കിലും ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള പണിഷ്മെന്റ് എന്താണ്? imprisonment for 5 years and fine, imprisonment for 1 year, imprisonment for 7 years, none of the above.
Answer: imprisonment for 5 years and fine. 5 വർഷ തടവും ഫൈനും പിഴ. For certain cases, an accused can get free legal aid from. Free legal aid ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹൈക്കോർട്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ബാർ അസോസിയേഷൻ, ഓൾ ഓഫ് ദി അബോവ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഫ്രീ ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. A magistrate can arrest the offender of warrant pending against an accused of person is suspected as a criminal, of warrant pending against a witness while offence is conducted in his presence. An offence is conducted in his presence ആണ് answer. This authority can appoint special judicial magistrate. Special judicial magistrate appoint ചെയ്യുന്ന ആരാണ്? High Court, state government, district judge, any one of the above. High Court. Questions repeat ചെയ്ത് തന്നിട്ടുള്ളതാണ്. Maintenance of case theory of investigating by an investigating officer is under section 172 of CRPC. Thanks for watching. Like, share and subscribe.